Part 1. In the absence of absolute rules, one must not abandon their ability to think critically. Absolute rules എല്ലാ സമ്പൂർണമായ എല്ലാം തികഞ്ഞ നിയമങ്ങൾ ഇല്ലാത്തപ്പോൾ അതിൻ്റെ അഭാവത്തിൽ വൺ മസ്റ്റ് നോട്ട് അബാൻഡൺ ദെയർ അബിലിറ്റി ടു തിങ്ക് ക്രിറ്റിക്കലി. അബാൻഡൻ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. ഒരാൾ ഒരിക്കലും വിമർശനാത്മകമായി ചിന്തിക്കാനുള്ള അയാളുടെ കഴിവ് ഉപേക്ഷിക്കാൻ പാടില്ല. ഇത് വൊക്കാബുലറി എൻറിച്ച്മെൻ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. വേർഡ്സ് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. സെൻറ്റൻസിൻ്റെ കോൺസെപ്റ്റ് ഫുൾഫിൽമെൻറ്റ് നോക്കണ്ട. നെക്സ്റ്റ്, എ ട്രൂലി ഏബിൾ ഇൻഡിവിജ്വൽ റിഫ്ലെക്ട്സ് നോട്ട് ജസ്റ്റ് ഓൺ വാട്ട് ലൈസ് എബോവ് ദ സർഫേസ് ഓർ about popular opinions, but explores what exists abroad beyond familiar boundaries. എ ട്രൂലി ഏബിൾ ഇൻഡിവിജ്വൽ, നല്ല ഒരു കഴിവുള്ള വ്യക്തി, റിഫ്ലെക്ട്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിന്തിക്കുക, ആയത്തിൽ ചിന്തിക്കുക. നോട്ട് ജസ്റ്റ് ഓൺ വാട്ട് ലൈസ് എബോവ് ദ സർഫേസ്, പ്രതലത്തിനു മുകളിലുള്ളത് അതിനെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുക. ഓർ എബൌട്ട് പോപ്പുലർ ഒപ്പീനിയൻ, അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന അഭിപ്രായങ്ങൾ, അതിനെക്കുറിച്ച് മാത്രമല്ല ഒരു നല്ല കഴിവുള്ള വ്യക്തി ചിന്തിക്കുക. ബട്ട് എക്സ്പ്ലോർ, അവനെന്ത് ചെയ്യും, എക്സ്പ്ലോർ ചെയ്യും, വിശാലമായിട്ട് മനസ്സിലാക്കും. വാട്ട് എക്സിസ്റ്റ് എബ്രോഡ്, അതിൻ്റെ അപ്പുറത്ത് എന്താണോ ഉള്ളത്. ബിയോണ്ട് ഫെമിലിയർ ബൗണ്ടറീസ്, സാധാരണയുള്ള പരിധികൾക്ക് അപ്പുറത്തായിട്ട്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരു കഴിവുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഉപരിവിപ്ലവമായിട്ടല്ല, പുറമേ കാണുന്ന സർഫേസ് ലെവലിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുക. അതിലപ്പുറം അത് കടന്നിട്ട് എന്ത് ചെയ്യും, ആയത്തിൽ ചിന്തിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. നമ്മുടെ ഫോക്കസ് വേർഡ്സ് പഠിക്കുക മാത്രമാണ് കേട്ടോ. നമ്മുടെ ഒരു പാരഗ്രാഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞൊരു ഏരിയ വേറെ ഉണ്ട്. അവിടെയാണ് പാരഗ്രാഫ് ഗ്രാസ്പ് ചെയ്യുന്നത്. ജസ്റ്റ് വേർഡ്സ് പഠിക്കുക, അത് ആ രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തത്. ഇനി പാർട്ട് 3. Absorbing knowledge should be a lifelong pursuit, especially in academic fields where access to diverse ideas lead to achievement. Absorbing knowledge, അറിവ് കരസ്ഥമാക്കുക, should be a lifelong pursuit, അതൊരു ജീവിതകാലം മുഴുവൻ ഉണ്ടാവേണ്ട ഒരു അന്വേഷണമാവണം. എസ്പെഷ്യലി ഇൻ അക്കാഡമിക് ഫീൽഡ്സ്, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിൽ. വേർ, അവിടെ ആക്സസ് ടു ഡൈവേഴ്സ് ഐഡിയാസ്, വ്യത്യസ്തങ്ങളായ ആശയങ്ങളിലേക്കുള്ള ആക്സസ് എൻട്രി ലീഡ്സ് ടു അച്ചീവ്മെൻറ്റ്, അത് പല നേട്ടങ്ങളിലേക്കും നയിക്കുന്നു. പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ, അറിവ് നേടുക എന്നുള്ളതൊരു ജീവിത ഉപാസനയാവണം, ജീവിതകാലം മുഴുവൻ നടക്കുന്നൊരു പ്രോസസ്സായിരിക്കണം. പ്രത്യേകിച്ച് ഒരു അക്കാഡമിക് മേഖലയിൽ അവിടെ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് അത് ഒരുപാട് നേട്ടങ്ങളിലേക്ക് നയിക്കുന്നു. നെക്സ്റ്റ് പാർട്ട് 4. സംടൈംസ് ചിലപ്പോൾ പീപ്പിൾ അബ്യൂസ് ദിസ് ആക്സസ് ഓർ ആക്സെപ്റ്റ് ഓൺലി ആക്സെപ്റ്റബിൾ ട്രൂത്ത്സ്. ചില സമയങ്ങളിൽ തോന്നുന്ന അങ്ങനെയാണെങ്കിലും സംടൈംസ് പീപ്പിൾ അബ്യൂസ്, ആളുകൾ മിസ്യൂസ് ചെയ്യും ദിസ് ആക്സസ് ഓർ ഈ പറഞ്ഞ ഒരു ആക്സസ്, അങ്ങോട്ടുള്ളൊരു എൻട്രി, ഓർ ആക്സെപ്റ്റ്, അല്ലെങ്കിൽ ആളുകൾ അംഗീകരിക്കും ഓൺലി ആക്സെപ്റ്റബിൾ ട്രൂത്ത്സ്, അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന സത്യങ്ങൾ മാത്രം. ആക്ച്വൽ ലേണിംഗ് റിക്വയേഴ്സ്, യഥാർത്ഥ പഠനം ആവശ്യപ്പെടുന്നു. വി അക്നോളജ്, നമ്മൾ സ്വീകരിക്കണം. ദ അൺഫെമിലിയർ, നമുക്ക് പരിചയമില്ലാതെ നമ്മൾ സ്വീകരിക്കണം. ആൻഡ് അഡാപ്റ്റ് ടു ചേഞ്ച്, ആ മാറ്റത്തോട് പൊരുത്തപ്പെടണം. പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞാൽ, ചില സമയത്ത് ആളുകൾ ഇത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ മിസ്യൂസ് ചെയ്യുകയും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം അംഗീകരിക്കുകയും അല്ലാത്തതൊക്കെ തള്ളുന്നൊരു ടെൻഡൻസി ഉണ്ട്. യഥാർത്ഥത്തിലുള്ള പഠനം എന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അതിനോടൊക്കെ പൊരുത്തപ്പെടുകയാണ് വേണ്ടത്. ഓക്കെ, ലാസ്റ്റ് പാർട്ട്. വെദർ ഡീലിംഗ് വിത്ത് ആൻ ആക്സിഡൻറ്റ് ഓർ നാവിഗേറ്റിംഗ് അക്കോമഡേഷൻ ഇഷ്യൂസ് വൈൽ എബ്രോഡ്, ഹൗ വി ആക്ട് ഡിഫൈൻസ് അവർ ക്യാരക്ടർ. വെദർ ഡീലിംഗ് വിത്ത് ആൻ ആക്സിഡൻറ്റ്, നമ്മൾ ഒരു ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നു, കൈകാര്യം ചെയ്യും. ഒരു ആക്സിഡൻറ്റ് നമ്മളങ്ങനെ കൈകാര്യം ചെയ്യുന്നു. ഓർ നാവിഗേറ്റിംഗ് അക്കോമഡേഷൻ ഇഷ്യൂസ് വൈൽ എബ്രോഡ്, നമ്മൾ വിദേശത്തായിരിക്കുമ്പം നമുക്ക് അക്കോമഡേഷൻ ഇഷ്യൂസൊക്കെ വരുന്നു. ഹൗ വി ആക്ട്, നമ്മൾ ആ സമയത്തൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു. ഡിഫൈൻസ് അവർ ക്യാരക്ടർ, അത് നമ്മളുടെ ക്യാരക്ടറിനെ നിർവചിക്കുന്നു. ഇതിൻ്റെ എല്ലാ വേർഡിൻ്റെയും മീനിങ് ഡിസ്ക്രിപ്ഷനിലുണ്ട്.
നമ്മളെ ഈ ഒരു പാറ്റേണിൻ്റെ അല്ലെങ്കിൽ സീരീസിൻ്റെ ആകെ ഉദ്ദേശം വേർഡ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സെൻറ്റൻസ് ഫോർമേഷനിൽ വേർഡിൻ്റെ സ്ട്രക്ചർ, സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കലായിരുന്നു. ഇവിടെ ആകെ ഒറ്റ ഇൻറ്റൻഷനേ ഉള്ളൂ, വേർഡ്സ് മാത്രം മനസ്സിലാക്കുക, വൊക്കാബുലറി വേറെ, അപ്പോൾ അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.